السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹാഫിദ് അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കിതാബു സിയാമിലെ മറ്റൊരു ഉപ അധ്യായമായ ബാബുൻ അസ്സൗമു ഫിസ്സഫരി വഗൈറുഹു എന്ന തലക്കെട്ടിന് കീഴിലുള്ള ചില ഹദീസുകളാണ് നമ്മൾ വായിച്ചു വന്നത്. ആ ഭാഗത്ത് അദ്ദേഹം യാത്രയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ നോമ്പിനെക്കുറിച്ചും അതല്ലാത്ത നോമ്പുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകളുമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, അഥവാ അതടങ്ങുന്ന ഹദീസുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. നോമ്പുകാർ യാത്രയിലായിരിക്കെ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാർ നോമ്പെടുക്കേണ്ടതില്ല, അവർക്ക് ഇളവുണ്ട് എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിക്കുമ്പോൾ, നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അറിയിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ചില സംഭവങ്ങളും അവിടുന്ന് പറഞ്ഞ വാക്കുകളും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ആകെത്തുക എന്നുള്ളത് യാത്രക്കാർക്ക് ഇളവുണ്ട്, അടിസ്ഥാനപരമായി ഇളവുണ്ട്, അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അതിൽ തന്നെ വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു, യാത്രക്കാർക്ക് പ്രയാസം കൂടുതലാണെങ്കിൽ പ്രയാസം സഹിച്ചുകൊണ്ട് എടുക്കേണ്ടതില്ല, നോമ്പ് എടുക്കേണ്ടതില്ല. ഇനി യാത്രയാണ്, പക്ഷേ പ്രയാസമില്ല, നോമ്പെടുക്കാൻ സാധിക്കും, ക്ഷീണമോ തളർച്ചയോ ചൂടുകൊണ്ടുള്ള പ്രയാസമോ ഒന്നുമില്ല എങ്കിൽ ഒരു യാത്രക്കാരന് നോമ്പെടുക്കാവുന്നതാണ്. ഇതാണ് ആ ഭാഗത്ത് വായിച്ച ഹദീസുകളുടെ ചുരുക്കം. അതിനുശേഷം അദ്ദേഹം റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് കാന യകൂനു അലയ്യ الصوم من رمضان فما أستطيع أن أقضي إلا في شعبان. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, അവർ ഉദ്ധരിക്കുന്നു, അവർ പറഞ്ഞു, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാന, റമളാനിലെ നോമ്പുകൾ എനിക്ക് ബാക്കിയാവാറുണ്ടായിരുന്നു, അഥവാ ഖളാ വീട്ടാൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫീ ശഅബാന, ശഅബാനിലല്ലാതെ എനിക്കത് ഖളാ വീട്ടാൻ സാധിക്കാറുമില്ലായിരുന്നു. അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ഇതിവിടെ ഉദ്ധരിച്ചതിൻ്റെ കാരണം ഖളാ വീട്ടലുമായി ബന്ധപ്പെട്ട മസ്അലയാണ് അവിടെ പറയുന്നത്. അഥവാ തൊട്ടു മുന്നേ യാത്രക്കാരുടെ പ്രയാസമുള്ളവരുടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നോമ്പ് ഒഴിവായി പോയാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നോമ്പുകാലത്ത് റമദാനിൽ എനിക്ക് ചില നോമ്പുകൾ ഒഴിഞ്ഞു പോവാറുണ്ട്. ഷഅബാനിലാണ്, അഥവാ അടുത്ത ഷഅബാനിലാണ് എനിക്കത് ഖളാ വീട്ടാൻ സാധിക്കാറുണ്ടായിരുന്നത്. ഈ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം, അവർ മനഃപൂർവ്വം അങ്ങനെ വൈകിപ്പിച്ചതായിരുന്നില്ല.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ വ്യാപൃതയായതുകൊണ്ടാണ് ആ സമയത്ത് അവർ ഖളാ വീട്ടാൻ അവർക്ക് സാധിച്ചിരുന്നത്. മാത്രമല്ല ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പെടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പായിരിക്കും, അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്കും കൂടെ നോമ്പെടുക്കാൻ സാധിക്കും. അപ്പം അവർ ആ സമയമായിരുന്നു കൂടുതൽ ഖളാ വീട്ടാൻ തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് ആ ഹദീസിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കാരണം കൊണ്ട് ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഖളാ വീട്ടാൻ ഇളവ് തന്നിട്ടുണ്ട്. അഥവാ വേഗത്തിൽ പെട്ടെന്ന് തന്നെ റമളാൻ കഴിഞ്ഞ ഉടനെ തന്നെ ഖളാ വീട്ടണം എന്ന കൽപ്പനയില്ല. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ റമളാൻ കഴിഞ്ഞു എന്നിട്ട് അടുത്ത റമളാനിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മാസം വരെ ആയിഷ റളിയല്ലാഹു അൻഹ പിന്തിച്ച് വെച്ചിരുന്നു. അതുവരെ ഒരാൾക്ക് പിന്തിക്കാം കാരണമുണ്ടെങ്കിൽ. ഒരാൾ രോഗിയായിപ്പോയി, യാത്രയിലായിപ്പോയി, മറ്റു വല്ല കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു. വേഗത്തിൽ അഥവാ സാധിക്കുന്ന സമയത്ത് ഖളാ വീട്ടലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഒരാൾക്ക് അടുത്ത ശഅബാൻ വരെ അതിനെ പിന്തിക്കാം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. മറ്റുള്ള ചില ദിവസങ്ങളിൽ അതെടുത്ത് ഖളാ വീടുക. അപ്പം അതിൽ വിശാലതയുണ്ട്. അള്ളാഹു തആല എളുപ്പമാണ് അവൻ്റെ അടിമകളായ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേഗത്തിൽ തിടുക്കത്തിൽ പെട്ടെന്ന് തന്നെ ഖളാ വീട്ടണം എന്ന ഒരു കൽപ്പന പറഞ്ഞിട്ടില്ല. അത് സഹോദരങ്ങളെ, ഖളാ വീട്ടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയ ഒരു എളുപ്പമാണ്. ആ ഹദീസ് ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചത് ആ ഒരു മസ്അല നമുക്ക് ബോധ്യപ്പെടുത്താൻ, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ എന്ന് പറഞ്ഞു. ശഅബാനിലല്ലാതെ എനിക്ക് നോമ്പ് ഖളാ വീട്ടാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. ശഅബാൻ വരെയാണ് ഒരാൾക്ക് അതിനുള്ള അവസരം. ശഅബാൻ കഴിഞ്ഞ് അടുത്ത റമളാനിലെത്തുന്നതിന് മുന്നേ തന്നെ ഖളാ വീട്ടിയിരിക്കണം. ശർഈയായ കാരണം ഒന്നുമില്ലാതെ അടുത്ത റമളാൻ വന്നെത്തുകയാണെങ്കിൽ ഒരാൾ ഖളാ വീട്ടുന്നതോടൊപ്പം പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നുകൂടി സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ചില അസറുകളിൽ കാണാം. വേഗത്തിൽ സാധിക്കുകയാണെങ്കിൽ ഖളാ വീട്ടിയാൽ ആ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ഒരാൾക്ക് പിന്തിച്ചാൽ ശഅബാൻ വരെ പോകാം, അതിൻ്റെ അപ്പുറത്തേക്ക് റമളാൻ വരെ എത്തരുത്. അടുത്ത റമളാൻ എത്തിക്കഴിഞ്ഞാൽ ഖളാ വീട്ടുന്നതോടൊപ്പം ഭക്ഷണം പ്രായശ്ചിത്തമായി കൊടുക്കുകയും വേണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അലസമായി ഒരാൾ ഖളാ വീട്ടുന്നതിനെ തൊട്ട് പിന്തി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ കഫാറത്ത് കൊടുക്കേണ്ടി വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പറഞ്ഞതിൻ്റെ ചുരുക്കം, ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് റമളാനിലെ നോമ്പ് വിട്ടുപോവാറുണ്ട്, ബാക്കിയാവാറുണ്ട്. അവർ ശഅബാനിലായിരുന്നു ഖളാ വീട്ടിയിരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഇളവാണ്, എളുപ്പമാണ്. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുകയാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ മാത ആരെങ്കിലും മരണപ്പെട്ടു, വഅലൈഹി സിയാമുൻ മരണപ്പെട്ട ആ വ്യക്തിക്ക് നോമ്പെടുത്ത് വീടാൻ ബാക്കിയുണ്ട്, സ്വാമ അൻഹു വലിയുഹു എങ്കിൽ ആ വ്യക്തിയുടെ വലിയ അഥവാ അടുത്ത കുടുംബക്കാർ അയാൾക്ക് വേണ്ടി ആ നോമ്പുകൾ എടുത്തു വീട്ടേണ്ടതാണ്. وأخرجه أبو داود وقال هذا في النذر وهو قول أحمد بن حنبل. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം കാണാം, ഇമാം
അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇത് നേർന്ന നോമ്പിൻ്റെ വിഷയത്തിലാണ് ഈ പറഞ്ഞത് എന്നത്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മരണപ്പെട്ടു, മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നോമ്പ് ബാക്കിയുണ്ട്, റമളാനിലെ നോമ്പ്, അതല്ലെങ്കിൽ നിർബന്ധമായി എടുത്തു വിടേണ്ട ഏതെങ്കിലും നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ആ നോമ്പ് അദ്ദേഹത്തിന് വേണ്ടി എടുത്തു വീട്ടേണ്ടതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, മൻമാത വ അലൈഹി സിയാമുൻ. അറബി ഭാഷയിലെ നിയമങ്ങൾ പരിചയമുള്ളവർക്ക് മനസ്സിലാകും, സിയാമുൻ എന്നത് അലിഫ്ലാമില്ലാതെ നക്കിറയായി അങ്ങനെ ഒരു വാക്ക് ഈ രൂപത്തിൽ വന്നാൽ, ഷർത്തിൻ്റെ നിബന്ധനയുടെ സന്ദർഭത്തിൽ വന്നാൽ എല്ലാ നിർബന്ധ നോമ്പും എന്നത് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നല്ലെങ്കിൽ റമളാനിലെ നോമ്പായിരിക്കാം, അതല്ലെങ്കിൽ നേർന്ന നോമ്പായിരിക്കാം, അതല്ലെങ്കിൽ കഫാറത്തിൻ്റെ നോമ്പായിരിക്കാം. ഇതൊക്കെ നിർബന്ധമാണ് എടുത്തുവിടൽ. റമളാനിലെ നോമ്പ് ഒരാൾ എടുത്തുവിടൽ നിർബന്ധമാണ്. നേർന്ന നോമ്പ് ഒരാൾ നിർബന്ധമല്ലാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ നിർബന്ധമാക്കുന്നതിനാണ് എന്തു പറയുക? നേർച്ച എന്ന് പറയുക. നേർച്ച എന്നത് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കാൻ, പിന്നെ കാര്യം ലഭിക്കാൻ വേണ്ടി ഞാൻ ഇത്ര നോമ്പ് അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നിരിക്കുന്നു. അതുവരെ നിർബന്ധമില്ലാത്ത ഒരു കാര്യം അയാൾ തൻ്റെ മേൽ നിർബന്ധമാക്കുകയാണ്, പിന്നെ നിർബന്ധമായി, പിന്നെ അത് നോറ്റുകൂടണം. അതല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാൻ ഒരാൾ നേർച്ചയാക്കുകയാണ്, നിർബന്ധമല്ലാത്ത ഒരു ബാധ്യത തൻ്റെ മേൽ ഏൽപ്പിക്കലാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഒരാൾ നോമ്പ്, എങ്കിൽ ആ നോമ്പ് നിർബന്ധമായി. അതല്ലെങ്കിൽ കഫാറത്തിൻ്റെ നോമ്പ്, ഉദാഹരണത്തിന് ഇപ്പോൾ സത്യം ചെയ്തു എന്നിട്ട് അത് പാലിക്കാൻ പറ്റിയില്ല, നോമ്പെടുക്കണം. അതല്ലെങ്കിൽ റമളാനിൻ്റെ പകലിൽ നമ്മൾ കഴിഞ്ഞ മുന്നേ ദർസിൽ പറഞ്ഞതുപോലെ, ഹദീസിൽ വായിച്ചതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതല്ലെങ്കിൽ ഒരാളെ കൊന്നുപോയി, ഒരു കൊലപാതകം സംഭവിച്ചു പോയി അബദ്ധത്തിൽ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിന് വ്യത്യസ്തങ്ങളായ പടികളുണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ കഫാറത്തിൻ്റെ നോമ്പ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കഫാറത്തിൻ്റെ പ്രായശ്ചിത്തമായി എടുക്കേണ്ട നോമ്പ്, ഇതൊക്കെ എന്താണ്? നിർബന്ധമായിട്ടുള്ള നോമ്പുകളാണ്. അപ്പം അങ്ങനെ നിർബന്ധമായ നോമ്പുകൾ ബാക്കിയിരിക്കെ ഒരാൾ മരിച്ചുപോയി എങ്കിൽ സാമ അൻഹു വലിയുഹു, അദ്ദേഹത്തിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ, അഥവാ അനന്തരാവകാശം ലഭിക്കുന്ന, അനന്തരാവകാശം എടുക്കുന്ന ബന്ധുക്കൾ, മകൻ, മകൾ, ഭാര്യ, അതല്ലെങ്കിൽ ഭർത്താവ്, ഉമ്മ, വാപ്പ, ഇങ്ങനെ അടുത്ത മയ്യിത്തുമായി, മരിച്ച വ്യക്തിയുമായി അടുത്തുള്ള ബന്ധമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ആ നോമ്പ് എടുത്തു വിടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്നുള്ള വാക്കാണ് ഇത്. നേർന്ന നോമ്പിൻ്റെ വിഷയത്തിൽ മാത്രം വന്ന ഒരു ഹദീസാണ്. യഥാർത്ഥത്തിൽ ആ അഭിപ്രായം അല്ല ശരി, മറിച്ച് എല്ലാ നിർബന്ധമായ നോമ്പുകളും ഇതിൻ്റെ പരിധിയിൽ വരും. എല്ലാ നിർബന്ധമായ നോമ്പും ഇതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. അടുത്തതായി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം വരുന്ന ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. عن عبد الله بن عباس رضي الله عنهما قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله إن أمي ماتت وعليها صوم شهر أفأقضيه عنها. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. വഅലൈഹാ സൗമു ഷഹ്റിൻ, അവർക്ക്
ഒരു മാസത്തെ നോമ്പ് നോറ്റുവീടാനുണ്ട്. അഫ അഖ്ദീഹി അൻഹ, ഞാൻ ആ നോമ്പ് നോറ്റുവീടേണ്ടതുണ്ടോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, മറുപടി പറഞ്ഞു, ലൗ കാന അലാ ഉമ്മിക ദൈനുൻ അകുൻത ഖാദിയഹു അൻഹ, താങ്കളുടെ ഉമ്മാക്ക് വല്ല കടബാധ്യതകളും ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ അത് കൊടുത്തുവിടുമായിരുന്നില്ലേ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, കൊടുത്തുവിടും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ, എങ്കിൽ അള്ളാഹുവിനോടുള്ള, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടബാധ്യത എന്ന ഈ നോമ്പ് ഏറ്റവും നോറ്റുവിടാൻ അർഹതപ്പെട്ടതാണ്. വഫീ റിവായത്തിൻ, മറ്റൊരു ഹദീസിൽ കാണാം, ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമു നദ്രിൻ അഫ അസൂമു അൻഹ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർ നേർച്ച നേർന്ന നോമ്പുകൾ എടുത്തുവിടാനുണ്ടായിരുന്നു. അഫ അസൂമു അൻഹ, അവർക്ക് വേണ്ടി ഞാനത് നോൽക്കേണ്ടതുണ്ടോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തി ലൗ കാന അലാ ഉമ്മുകി ദൈനുൻ ഫഖളൈതിഹി, നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നിന്റെ ഉമ്മാക്ക് വല്ല കടബാധ്യതകളും ഉണ്ടായിരുന്നെങ്കിൽ, അകാന ദാലിക യുഅദ്ദി ദാലിക അൻഹ, നിന്റെ ഉമ്മാക്ക് വല്ല കടബാധ്യതകളും ഉണ്ടായിരുന്നെങ്കിൽ നീ അത് വീടുമായിരുന്നില്ലേ, കൊടുത്തുവിട്ടുമായിരുന്നില്ലേ? ഫഖാലത്ത്, അവർ പറഞ്ഞു, നഅം, അതെ, കൊടുത്തുവിട്ടും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂമി അൻ ഉമ്മിക്കി, എങ്കിൽ നിന്റെ ഉമ്മാക്ക് വേണ്ടി നോമ്പെടുത്തു വിടുക. ഈ ഹദീസ് സഹോദരങ്ങളെ വലിയ ഒരു മസ്അല, ഗുണപാഠം പഠിപ്പിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. രണ്ട് റിവായത്തുകളിലും വ്യത്യസ്തമായ രൂപത്തിലാണ് പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം വന്ന വ്യക്തി ഒരു മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന സ്ത്രീ നേർച്ച നേർന്ന നോമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. സൗമു ഷഹർ എന്ന് പറഞ്ഞാൽ റമളാനിലെ ഒരു മാസത്തെ നോമ്പായിരിക്കാം. രണ്ടാമത്തെ റിവായത്തിൽ വന്നതുപോലെ നേർച്ച നേർന്ന നോമ്പും ആയിരിക്കാം. ഒരാൾ ഒരു മാസം നോമ്പെടുക്കാൻ നേർച്ച നേർന്നു എന്ന് വിചാരിക്കുക. ഏതായിരുന്നാലും റമളാനിലെ നോമ്പാവട്ടെ, നേർച്ച നേർന്ന നോമ്പാവട്ടെ, തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ അത് ബാക്കിയിരിക്കെ, ആ നിർബന്ധ ബാധ്യത ബാക്കിയിരിക്കെ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ മിത്രങ്ങൾ അത് നോറ്റ് വീടേണ്ടതാണ്. പണ്ഡിതന്മാർ ആ ഭാഗത്ത് ഒരു മസ്അല പറഞ്ഞു. എപ്പോഴാണ് നോമ്പ് നോറ്റുവീടൽ നിർബന്ധ ബാധ്യതയായി തീരുക? ഒരാൾ റമളാനിൽ നോമ്പ് വിട്ടുപോയി, അതല്ലെങ്കിൽ ഇതുപോലെ നേർച്ച നേർന്നു എന്ന് വിചാരിക്കുക. അത് ഖളാ വീട്ടാൻ, അതല്ലെങ്കിൽ അത് നോറ്റുവീടാൻ അവർക്ക് സമയം കിട്ടിയില്ല. അപ്പോഴേക്കും വല്ല രോഗമോ അല്ലെങ്കിൽ ആ രോഗം തന്നെ തുടർന്നു പോയി, അങ്ങനെ വല്ല ഒഴികഴിവും ഉണ്ടെങ്കിൽ, എന്നിട്ടവർ ആ രോഗം ശിഫയാവാതെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. എങ്കിൽ അവരുടെ ഉറ്റമിത്രങ്ങൾ നോമ്പ് നോറ്റുവിടേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഒരാൾക്ക് റമളാനിലെ നോമ്പ് വിട്ടുപോയി എന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, വേഗത്തിൽ എടുത്തുവിടലാണ് ഉത്തമം, എന്നാൽ ഷഅബാൻ വരെ പിന്തിക്കാം. ഒരാൾക്ക് റമളാനിന് ശേഷവും ആ രോഗം തന്നെ തുടർന്നു പോയി എന്ന് വിചാരിക്കുക. രോഗം മാറിയില്ല, നോമ്പെടുത്തു വിടാനുള്ള അവസരം കിട്ടിയില്ല, അദ്ദേഹം മരിച്ചുപോയി എന്ന് വിചാരിക്കുക. എങ്കിൽ നോമ്പ് നോറ്റു വീടേണ്ടതില്ല. കാരണം നോമ്പെടുത്ത് വീടാനുള്ള ആരോഗ്യം, അതിൻ്റെ നിബന്ധന അദ്ദേഹത്തിന് വന്നിട്ടില്ല. അതുകൊണ്ട് അതിലായി ഒരാൾ മരിച്ചുപോയാൽ അദ്ദേഹത്തിന് എന്തില്ല? ബാധ്യതയില്ല. ഇനി ഒരാൾക്ക് നോമ്പ് വിട്ടുപോയി, നിർബന്ധമായ നോമ്പ് ബാക്കിയുണ്ട്, നോമ്പെടുത്ത് വിടാനുള്ള അവസരമുണ്ടായി, നോമ്പ് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തിന് സുഖമായി, ആരോഗ്യത്തിൽ പ്രശ്നമൊന്നുമില്ല, നോമ്പെടുക്കാനുള്ള അവസരം ഉണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അദ്ദേഹം വൈകിപ്പിച്ചു. അതിനിടയിൽ മരണം വന്നു, മരിച്ചുപോയി എങ്കിൽ ഈ പറഞ്ഞ ഹദീസ് ബാധകമാണ്. നിർബന്ധമായ നോമ്പ് ബാക്കിയിരിക്കെ അവർ മരിച്ചുപോയി. അതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ അവർക്ക് വേണ്ടി നോമ്പ് നോറ്റുവിടണം. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? എപ്പോഴാണ് നോമ്പ് എടുക്കേണ്ടാത്തത്? എപ്പോഴാണ് നോമ്പ് എടുക്കേണ്ടാത്തത്? നിർബന്ധമില്ലാത്തത് രോഗം തുടർന്നു പോയി, രോഗിയായി നോമ്പ് വിട്ടു, രോഗം തുടർന്ന് അതിലായി തന്നെ മരിച്ചുപോയി, സമയം കിട്ടിയില്ല എങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. ഇനി സമയം കിട്ടി എന്നിട്ടും വൈകിപ്പിച്ചതാണ്, അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ നിർബന്ധ ബാധ്യതയായി അത് അവശേഷിക്കുകയാണ്, അത് എടുത്തുവിടണം. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ള മസ്അല. അടുത്തതായി അദ്ദേഹം മറ്റൊരു വിഷയമാണ് ഇനി അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يزال الناس بخير ما عجلوا الفطر. മഹാനായ സഹാബി സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യസാലു നാസു ബിഖൈരിൻ, ജനങ്ങൾ നന്മയിലായിരിക്കും നോമ്പ് തുറക്കാൻ തിടുക്കം കൂട്ടുന്ന കാലത്തോളം. നോമ്പ് തുറ വേഗത്തിലാക്കുക, നോമ്പ് തുറക്കാൻ തിടുക്കം കൂട്ടുക എന്ന് പറഞ്ഞാൽ സമയം ആയിക്കഴിഞ്ഞാൽ വേഗത്തിൽ നോമ്പ് മുറിക്കണം. പിന്നെയും സൂക്ഷ്മത എന്ന് പറഞ്ഞ് 2-3 മിനിറ്റുകൾ അങ്ങോട്ട് മാറ്റിവെക്കരുത്. അതിൽ ഖൈറില്ല, നന്മയില്ല എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ലാ യസാലു നാസു ബിഖൈരിൻ, ജനങ്ങൾ നന്മയിലായിരിക്കും, ജനങ്ങൾ ഖൈറിലായിരിക്കും, മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്ന കാലത്തോളം. എന്തുകൊണ്ടാണത് പറയാനുള്ള കാരണം? മറ്റൊരു റിവായത്തിൽ കാണാം, ലാ യസാലു ദീനു ളാഹിറൻ മാ അജ്ജലൻ നാസുൽ ഫിത്ര, ഈ ദീൻ വിജയിച്ച അവസ്ഥയിലായിരിക്കും, ഈ ദീനിന് വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾ നോമ്പ് തുറ ധൃതി കൂട്ടുന്ന കാലത്തോളം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, യഹൂദ നസാറാക്കൾ നോമ്പ് തുറക്കാൻ വൈകിപ്പിക്കുന്നവരാണ്. ഇപ്പം ജൂത നസാറാക്കളുടെ പാരമ്പര്യമാണ് നോമ്പ് തുറ വൈകിപ്പിക്കുക എന്നുള്ളത്. സമയമായാൽ വേഗത്തിൽ നോമ്പ് തുറക്കണം, സമയമായാൽ വേഗത്തിൽ നോമ്പ് തുറക്കണം. അതല്ലെങ്കിൽ ജനങ്ങൾ നന്മയിലാവുകയില്ല എന്നാണ്. ഈ ദീനിൻ്റെ വിജയം, ഈ ദീനിൻ്റെ പ്രതാപം, ഈ ദീൻ ഉയർന്നു നിൽക്കുക ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതെത്ര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. പല ആളുകളും സൂക്ഷ്മത എന്ന് പറഞ്ഞ് സമയമായാലും പിന്നെയും കാരക്കയും പിടിച്ച് നിൽക്കും, 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിയല്ല. അത് റാഫിദുകളാണ്, അഥവാ യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോയ ഷിയാക്കൾ, റാഫിദുകളാണ് അതിൻ്റെ ആളുകൾ. അവർക്കത് കിട്ടിയത്, അവർ അത് അനന്തരമെടുത്തത് യഹൂദ നസാറാക്കളിൽ നിന്നാണ്, യഹൂദികളിൽ നിന്നാണ്. അതൊരിക്കലും നമ്മുടെ രീതിയല്ല, മുസ്ലിമീങ്ങളുടെ രീതി അല്ല. അത് കിട്ടിയത് ഈ പറഞ്ഞ ഷിയഈ റാഫിദുകളിൽ നിന്നും യഹൂദികളിൽ നിന്നുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പ് തുറ ധൃതി കൂട്ടാനാണ്. സമയമായാൽ വേഗത്തിൽ നോമ്പ് മുറിക്കണം, നോമ്പ് തുറക്കണം. അത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വീടുകളിൽ ഇപ്പോൾ നോമ്പ് തുറ, മസ്ജിദുകളിൽ നോമ്പ് തുറ അത് കൊടുക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ എല്ലാവരും നോമ്പ് തുറന്നാലും അവർക്ക് നോമ്പ് തുറക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ ആവരുത്. ബാഗ് വിളിച്ചാൽ നോമ്പ് മുറിക്കുക, എന്നിട്ട് ബാക്കിയുള്ള പണിയെടുക്കുക. പിന്നെയും കുറച്ചുകൂടി കഴിയാൻ കാത്തു നിൽക്കരുത്. അത് മനഃപൂർവ്വമായാലും ശരി, അറിയാതെ ആയാലും ശരി, വേഗത്തിൽ നോമ്പ് തുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മറ്റു ചില റിവായത്തിൽ കാണാം വഅഖറു സുഹൂർ, സഹർ അത്താഴം പിന്തിപ്പിക്കുകയും ചെയ്താൽ ജനങ്ങൾ ഖൈറിലായിരിക്കും. അത്താഴം പിന്തിപ്പിക്കുക, നോമ്പുതുറ വേഗത്തിലാക്കുക. അത്താഴവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, അത്താഴം പരമാവധി പിന്തിപ്പിക്കുകയാണ് വേണ്ടത്, അതിലാണ് ഖൈർ. പണ്ഡിതന്മാർ പറഞ്ഞു, അത്താഴം വൈകിപ്പിക്കലും നോമ്പുതുറ ധൃതി കൂട്ടലും അതിൽ രണ്ട് മസ്ലഹത്തുണ്ട്, രണ്ട് നന്മകളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിന് കീഴ്തുങ്ങലാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. രണ്ടാമത്തേത്, നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണ്. അത്താഴം വൈകിപ്പിക്കുക എന്നത് ഒരാളുടെ പ്രഭാത ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചു എന്ന് മാത്രം. നോമ്പുതുറ വേഗത്തിലാക്കിയാൽ അഥവാ സമയം ആയ ഉടനെ നോമ്പുതുറ നടത്തിയാൽ അതിനുശേഷമുള്ള ഉച്ചഭക്ഷണം അതല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിച്ചു. ശാരീരികമായി ആരോഗ്യപരമായി അതൊരു മനുഷ്യന് ശക്തി പകരും, നന്മയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മകളിൽ ഒതുങ്ങി നിന്നാൽ സഹോദരങ്ങളെ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ നമുക്ക് ലഭിക്കും. നോക്കൂ, ഇതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അനുസരണമുണ്ട്. അതോടൊപ്പം ഭൗതികമായ നേട്ടം നോക്കൂ, വലിയ ക്ഷീണം, തളർച്ച, പ്രയാസം ഉണ്ടാവുകയില്ല. അത്താഴം നേരത്തെ കഴിച്ചാലോ രാവിലെ നമുക്ക് വിശന്ന് പൊരിയും. അത്താഴം പിന്തിപ്പിച്ചാൽ അതുകൊണ്ട് നന്മയുണ്ട്, നേട്ടമുണ്ട്. നോമ്പ് തുറ സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറന്നാൽ അതും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് നോമ്പ് നോൽക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ദീൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയുമ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അള്ളാഹു തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. വല യുരീദു ബികുമുൽ ഉസ്ര, അള്ളാഹു തആല നിങ്ങൾക്ക് ഉസ്ർ, ഞെരുക്കം ഉദ്ദേശിച്ചില്ല. അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. നോമ്പും നോമ്പിൻ്റെ നിയമങ്ങളും എല്ലാം അള്ളാഹു തആല പൊതുവെ ഈ ദീൻ മുഴുവനും എളുപ്പമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നോക്കൂ, ഒരു അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വരെ, തിന്നലിൻ്റെ വിഷയത്തിൽ വരെ അള്ളാഹു തആല അവൻ്റെ അടിമകളായ നമ്മുടെ മസ്ലഹത്ത് നന്മകൾ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിപൂർണത അത് അറിയിക്കുന്നു. അടുത്തതായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. അൻ ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന ഫഖദ് അഫ്തറ സായിമു. ഇദാ അഖ്ബല അൽ-ലൈൽ, രാത്രി അവിടെ നിന്ന് വന്നാൽ, വഅദ്ബറ അൻ-നഹാറു, പകൽ ഇവിടെ നിന്ന് പോയാൽ, ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാം, വഗറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ, ഫഖദ് അഫ്തറ സായിമു, നോമ്പുകാരൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. അഥവാ നോമ്പുകാരൻ നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടേണ്ടതാണ്, നോമ്പ് മുറിക്കേണ്ട സമയം ആയിരിക്കുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണമാണിത്. അഥവാ നോമ്പ് തുറക്കാൻ, നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടുക, വേഗത്തിൽ സമയം ആയിക്കഴിഞ്ഞാൽ. അവിടുന്ന് പറഞ്ഞു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന, അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് രാത്രി വന്നാൽ, അഥവാ സൂര്യൻ ഉദിച്ച് ഉയർന്ന് പിന്നീട് അത് അസ്തമിക്കാൻ ഒരുങ്ങും. അതേപോലെ തന്നെ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന, പകൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ, അഥവാ രാത്രി അവിടുന്ന് ഇങ്ങോട്ട് വരും, പകൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും. നമുക്ക് കാണാം, മഗ്രിബിൻ്റെ സമയത്ത് പുറത്തേക്ക് നോക്കിയാൽ ഒരു ഭാഗത്ത് പ്രകാശമുണ്ടാകും. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടാവുകയില്ല, നമുക്കറിയാം. ഒരു ഭാഗത്ത് നോക്കിയാൽ വെളിച്ചമുണ്ടാകും ചെറിയ രൂപത്തിൽ, എന്നാൽ വേറെ ഭാഗത്ത് നോക്കുമ്പോൾ ഇരുട്ട് ഇങ്ങനെ വരുന്നുണ്ടാകും. അങ്ങനെ അത് പിന്നീട് ഇരുട്ടാവലാണ്.
അപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ പകൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ നോമ്പുകാരന് സമയമായിരിക്കുന്നു. അതാണ്, അത് പറയാനാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമയമായിട്ടുണ്ട്, പിന്നെ വീണ്ടും കാത്തിരിക്കരുത്. സൂര്യൻ അസ്തമിച്ചാലും പല ആളുകൾ പിന്നെയും കാത്തു നിൽക്കും. നിങ്ങൾ നോക്കൂ, അതുവരെ ബാങ്കിൻ്റെ സമയം കൃത്യമാണെങ്കിൽ റമദാനിന് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് വെക്കും നോമ്പിൻ്റെ സമയത്ത്. അതുപോലെ നിങ്ങൾ നോക്കൂ, അത്താഴം അതിൻ്റെ സമയം നേരത്തെ ആക്കും. നമ്മുടെ നാട്ടിലത് കാണാം, അത്താഴത്തിൻ്റെ സമയം നേരത്തെ ആക്കും, അഥവാ ബാങ്ക് നേരത്തെ വിളിക്കും. സാധാരണ 2, 3, 4 മിനിറ്റ് നേരത്തെ ആണെങ്കിൽ നോമ്പിന് അതിനേക്കാൾ നേരത്തെ ബാങ്ക് വിളിക്കുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല അത്താഴ വിരാമം എന്ന് പറഞ്ഞ് പള്ളികളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത്താഴ വിരാമം കുറച്ച് നേരത്തെ അത്താഴം കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വടി പോലെ ഇരിക്കണം. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താഴം പിന്തിക്കാനാണ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ ഹദീസിൽ എത്ര സമയമാണ് കേട്ടത്? ഖദ്റു 50 ആയ, അത്താഴത്തിനും നിസ്കാരത്തിനുമിടയിൽ 50 ആയത്തുകൾ പാരായണം ചെയ്യാനുണ്ടായിരുന്ന സമയം മാത്രം. അപ്പോൾ ബാങ്കുമായി വളരെ അടുത്ത സമയത്താണ് അവർ അത്താഴം കഴിച്ചിരുന്നത്. അവർക്ക് അത്താഴ വിരാമം എന്ന് പറഞ്ഞ് അരമണിക്കൂർ മുന്നേ 20 മിനിറ്റ് മുന്നേ എഴുതി വെക്കുന്ന സമ്പ്രദായം ഇല്ല. മറിച്ച് പരമാവധി പിന്തിക്കുക, അത് ജനങ്ങൾ നന്മയിലാവാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നോമ്പുതുറ, സൂര്യൻ അസ്തമിച്ചാൽ പകൽ പോയാൽ രാത്രി വരുമ്പോൾ വേഗത്തിൽ നോമ്പ് തുറക്കേണ്ടതുണ്ട്, നോമ്പ് മുറിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നോമ്പ് പാഴായി പോവാതെ നോമ്പ് പിടിക്കാൻ, നോമ്പ് മുറിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്തതായി അദ്ദേഹം ഉദ്ധരിക്കുന്നു, عن عبد الله بن عمر رضي الله عنهما قال, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് അടുത്ത ഹദീസ് റിവായത്ത് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി ഖാലു ഇന്നക തുവാസിലു ഖാല ഇന്നി ലസ്തു മിസ്ലകും ഇന്നി ഉത്അമു വ ഉസ്ഖാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അനിൽ വിസാൽ, വിസാൽ നിരോധിച്ചിരിക്കുന്നു. വിസാൽ എന്ന് പറഞ്ഞാൽ നോമ്പ് ആരംഭിച്ചു, എന്നിട്ട് നോമ്പ് മുറിക്കാതെ അടുത്ത ദിവസത്തിലേക്ക് അങ്ങനെ പോവുക. 1 or 2 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ നോമ്പിലായിക്കൊണ്ട് തന്നെ തുടരുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഖാലു, സഹാബത്ത് ചോദിച്ചു, ഇന്നക തുവാസിലു, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് വിസാൽ ചെയ്യാറുണ്ടായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, നോമ്പ് മുറിക്കാതെ വീണ്ടും അത് തുടർന്ന് ചിലപ്പോൾ 1 or 2 ദിവസം അങ്ങനെ പോവാറുണ്ടായിരുന്നു. സഹാബത്ത് ചോദിച്ചു, ഇന്നക തുവാസിൽ, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് വിസാൽ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നി ഉത്അമ വ ഉസ്ഖാ, എനിക്ക് ഭക്ഷണവും പാനീയവും നൽകപ്പെടുന്നുണ്ട്. വറവാഹു അബൂ ഹുറൈറ വ ആയിഷ വ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ ഹദീസ് സമാനമായ രൂപത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, വിസാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. അഥവാ ഒരു ദിവസം നോമ്പ് മുറിക്കാതെ അത്താഴം കഴിക്കാതെ പിന്നെയും തുടർന്ന് അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് വിലക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം കാര്യത്തിന് അവിടുത്തേക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്ന്
ചില അഭിപ്രായമുണ്ട്. എന്നാൽ ഉമ്മത്തിന് അത് ബാധകമല്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. നമ്മോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവരോട് പറഞ്ഞിട്ടുള്ളത് നോമ്പ് നേരത്തെ തിടുക്കത്തിൽ സമയമായാൽ മുറിക്കാനാണ്. അതാണ് കൂടുതൽ എളുപ്പം, അതാണ് കൂടുതൽ നമ്മെപ്പോലെയുള്ളവർക്ക് ഉത്തമം എന്ന നിലക്കാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു പറഞ്ഞതുപോലെ ദീനിൽ നിങ്ങൾക്ക് ഒരു ഞെരുക്കം നാം നിശ്ചയിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ഉന്മേഷമുണ്ടാകും, താല്പര്യമുണ്ടാകും. പക്ഷേ സഹാബത്ത് റളിയല്ലാഹു അൻഹും അതുകൊണ്ടാണ് അവരത് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരുടെ ഇബാദത്തിനോടുള്ള താല്പര്യമാണ് ഈ ചോദ്യം. അവിടുന്ന് വിലക്കിയപ്പോൾ നബിയെ അങ്ങ് ചെയ്യാറുണ്ടല്ലോ, നമുക്കും ചെയ്തൂടെ? താല്പര്യം കൊണ്ട് ചോദിച്ചാണ്, താല്പര്യം കൊണ്ടുള്ള ചോദ്യമാണ്. നമുക്കും അങ്ങനെ ചെയ്തുകൂടെ? അവർക്ക് ആരോഗ്യമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പമാക്കി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെപ്പോലെയല്ല, എനിക്ക് ഭക്ഷണവും പാനീയവും നൽകപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഭക്ഷണവും പാനീയവും, അതാണ് ഉതാമ വ ഉസ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു ഭക്ഷണവും പാനീയവും നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് യഥാർത്ഥത്തിൽ എന്തല്ല, നേർക്ക് നേരെയുള്ള ഭക്ഷണവും പാനീയവുമല്ല, നേർക്ക് നേരെയുള്ള തിന്നാനും കുടിക്കാനുള്ള വിഭവങ്ങളല്ല, മറിച്ച് ആത്മീയമായ ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം റമദാനിൻ്റെ പകലിൽ തിന്നാനോ കുടിക്കാനോ പാടില്ല, എല്ലാവർക്കും അറിയാം. വേറെ ചില റിവായത്തിൽ സമാനമായ പകൽ ഈ പറഞ്ഞ വിഷയം പറയുന്നുണ്ട്. എനിക്ക് അല്ലാഹു തആല പകലിൽ തണൽ നൽകുന്നുണ്ട്, ഭക്ഷണപാനീയങ്ങൾ നൽകുന്നുണ്ട് എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്തുകൾ കൊണ്ട്, അവിടുത്തെ ദിക്റുകൾ കൊണ്ട്, അവിടുത്തെ നന്ദി കാണിക്കൽ കൊണ്ട് അല്ലാഹു തആല മാനസികമായി ഭക്ഷണത്തിനും പാനീയത്തിനും പകരമായിട്ടുള്ള ഉന്മേഷവും ശക്തിയും ആരോഗ്യവും ഒക്കെ പകർന്നു നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്പിയാക്കൾ, നബിമാർ പൊതുവെ ഇങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ബാധ്യതകൾ ഉണ്ടാകും. അവർക്ക് മാത്രം പ്രത്യേകമായി ചിലപ്പോൾ കൂടുതൽ ഇതുപോലെ ധാരാളം സാധാരണ ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇബാദത്തുകൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് പരീക്ഷണങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിവായത്തിൽ ഹദീസുകളിൽ കാണാം, അവിടുത്തേക്ക് ഒരിക്കൽ പനി ബാധിച്ചപ്പോൾ സഹാബികൾ തൊട്ടുനോക്കിയിട്ട് പറയാണ്, തൊടാൻ സാധിക്കുന്നില്ല, കടുത്ത രൂപത്തിലാണ്, സാധാരണ ഒരാൾക്ക് പനി വരുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കൾ ഇങ്ങനെയാണ്, പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും പരീക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഈ രൂപത്തിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അല്ലാഹു തആല ഇതുപോലെ ആത്മീയമായി ഭക്ഷണപാനീയത്തിന് പകരമായി നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയില്ല. അദ്ദേഹം തന്നെ മറ്റൊരു റിവായത്ത് ഉദ്ധരിക്കുന്നു. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വന്ന ഒരു റിവായത്ത്, അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണത്. ഫഅയ്യുക്കും അറാദ അൻ യുവാസില ഫൽയുവാസിൽ ഇല സഹർ, നിങ്ങളിൽ ആരെങ്കിലും വിസാൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്താഴം വരെ വിസാൽ ചെയ്തു കൊള്ളട്ടെ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയെന്ന് പറഞ്ഞല്ലോ. വേറെ ചില റിവായത്തിൽ നിങ്ങളിൽ ആരെങ്കിലും വിസാലിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്താഴം വരെ വിസാൽ ചെയ്യട്ടെ, പിന്നെ ഭക്ഷണം കഴിക്കണം. ഈ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ വിലക്കിയ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വിലക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞു, വിസാലിൻ്റെ വിഷയത്തിൽ 3 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, നഹ എന്ന് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ന് പറഞ്ഞല്ലോ.
അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു കറാഹത്താണ്, ഹറാമല്ല, പക്ഷേ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ, ഒരാൾ വിസാൽ ചെയ്താൽ ശാരീരികമായി ആരോഗ്യപരമായി അയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എങ്കിൽ ജായിസാണ്, അനുവദനീയമാണ്. എന്നാൽ കൂടുതൽ ഉത്തമം നേരത്തെ മുന്നേ നമ്മൾ മനസ്സിലാക്കിയ ഹദീസ് പോലെ സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് മുറിക്കുക എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ സഹർ വരെ കൊണ്ടുപോകാം എന്നു മാത്രം. ഇതാണ് ഈ ഹദീസുകളിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠം. അത് മനസ്സിലായില്ലേ? വിസാൽ എന്നത് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ സഹർ വരെ പോകാവുന്നതാണ്. എന്നാൽ ഉത്തമം ഏതാണ്? ഉത്തമം നേരത്തെ കൃത്യസമയത്ത് നോമ്പ് മുറിക്കൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പിനെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.